ഇന്ന് ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇസ്രായേലിലും ഇറാനുമായിട്ട് ചെറിയ രീതിയിലുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധമല്ലല്ലോ. ഇസ്രായേൽ എന്തായാലും അവരെ അടിക്കുമ്പോൾ അവരെന്തായാലും ഞുള്ളിപ്പറിക്കാനെങ്കിലും നോക്കുകയല്ലേ. സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം ഇന്ന് പാക്കിംഗ് ഒന്നുമില്ല. ഇന്നെല്ലാവരും തോട്ടത്തിലാണ്. ഏകദേശം 100 പേരോളം തോട്ടത്തിൽ ഇന്നിവിടെ പറിക്കുന്നുണ്ട്. ഇത് ഇന്ന് പറിക്കുന്നത് മിഷ്മിഷ്. ഇതെല്ലാം പീച്ച് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. നമ്മുടേതായ ഭാഗത്ത് ഇപ്പം നമ്മളിങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ വീണ് ആൾത്താമസമില്ലാത്തവർ കാലി സ്ഥലങ്ങളിലും മലകളിലൊക്കെ ആണെങ്കിൽ അവർ ഒഴിവാക്കി വിടും. ബാക്കിയുള്ളത് മാക്സിമം വരുമ്പോൾ ജനവാസങ്ങളിലേക്ക് വരുന്നൊക്കെ പൊട്ടിച്ച് കളയുന്നുണ്ടല്ലോ. പൊട്ടിച്ച് ദൂരെ കളയും മിസൈലായാലും എന്തായാലും. ഇതെല്ലാം പീച്ച് വർഗ്ഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിന് ഇവിടെ പറയുന്ന പേര് മിഷ്മിഷ് എന്നാണ്. പീച്ച് വർഗ്ഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സാണ്. ഇതുകൊണ്ട് ഇപ്പം എൻ്റെ ഇവിടെ നിന്ന് പറിക്കുന്നത് ഇസ്രായേലിലുള്ള പീപ്പിളാണ്. ഡ്രൂസാണ്. ഡ്രൂസ് വിഭാഗമാണ്. ഡ്രൂസ് വിഭാഗം ഇവിടെ ഒരുപാട് പേരുണ്ട്. മറ്റേ ലെബനോൺ, സിറിയ, ഇസ്രായേൽ, ഇങ്ങനെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ഈ ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗം. അവരിവിടെ ഒരുപാട് പേരുണ്ട്. നമ്മൾ പറിക്കുന്ന കായ ഇതാണ്. ഇതാണ് മിഷ്മിഷ്. ഇവിടെ ഇതുണ്ട് താഴെ മറ്റേ ഇതുണ്ട്. ഇവിടെ ഇസ്രായേൽ പീപ്പിള് ലേഡീസ് അമ്മച്ചിമാർ പറിക്കുന്നുണ്ട്. താഴെ നമ്മളിപ്പോൾ ഒരു ഹെഡ്രോളിക് മെഷീനിൽ നിന്ന് മേളിൽ നിന്നിട്ടാണ്, വണ്ടിയാണ് ഓടുന്ന വണ്ടിയിൽ നിന്നിട്ടാണ് പറിക്കുന്നത്. അവർ രണ്ടമ്മച്ച താഴെ നിന്ന് പറിക്കുന്നുണ്ട്. നിർത്തിക്കടാ എടാ, നിർത്തിക്കടാ. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളെ ലീവാണ്. നാളെ ശവാത്താണല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ ഒന്ന് പണി നിർത്തും. അപ്പോൾ എല്ലാവരും കൂടെ വന്നതെന്ന് വെച്ചാൽ പിന്നെ ഞായറാഴ്ച ഇനി പണികൾ. അപ്പോൾ ഞായറാഴ്ച ഇതൊക്കെ താഴെ വീണ്, അപ്പോൾ അവിടെ നിർത്തിക്കടാ, താഴെ വീണ് പോകുന്ന രീതിയിലേക്ക് ആവും, പഴുത്തു പോവും. അപ്പം നമ്മളൊരു ഇടത്തരം ചെറിയൊരു ഇത് യെല്ലോ റെഡ് കളറൊക്കെയാണ് ഇതിന് വരുന്നുണ്ടോ ഈ കളർ. അപ്പോൾ ഈ കളറ് എല്ലാവരും ചെറിയൊരു മഞ്ഞ കളറാണെങ്കിലും നമ്മളങ്ങ് പറിച്ച് വെക്കും. കാരണം വെച്ചാൽ മഞ്ഞ ചെറിയൊരു പച്ചയൊക്കെ ഇടയ്ക്ക് വര പോലെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, നമ്മൾ പറിക്കും. ഇല്ലെങ്കിൽ ഞായറാഴ്ചക്കകത്തേക്ക് ഇത് പോകും. 100 കണക്കിന് 100ൻ്റെ മേളിൽ ആൾക്കാർ പറിക്കുന്നുണ്ട് ഇവിടെ. ഇതുപോലെ വണ്ടികളിൽ ഒരുപാട് പേര് പറിക്കുന്നുണ്ട്. അതാണ് യുദ്ധം നടക്കുക എന്ന് പറഞ്ഞാൽ വൺ സൈഡ് അല്ലല്ലോ. വൺ സൈഡ് ആകുമ്പോൾ യുദ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ 100 കണക്കിന് മിസൈൽ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അതിൽ 100 അയക്കുമ്പോൾ ഒരു 5 താഴെ വീഴും, 5% താഴെ വീഴും. അത് ചിലപ്പം ജനവാസ മേഖലയിലേക്ക് ആയിരിക്കും ചിലപ്പം വീഴാറുണ്ട്. ഇവിടെയും 10-20 പേരോളം മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ. അവിടുത്തെ മരണമൊന്നും ഇറാനിലെ മരണമൊന്നും പുറത്ത് വരുമല്ല. ഇവിടെ ഒരു 10-20 പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും. ടെലവീവിലൊക്കെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടമൊന്നും പറയാനില്ല, ചെറിയ രീതിയിലുള്ള. അത് സ്വാഭാവികം, യുദ്ധമാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. നമുക്കറിയാം പാകിസ്ഥാനായിട്ട് നമ്മൾ യുദ്ധം ചെയ്തപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഷെല്ലാക്രമണത്തിൽ കൂടെ നമ്മൾക്ക് കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയില്ലേ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇറാൻ്റെ ആകാശത്ത് മുഴുവൻ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വട്ടമിട്ട് കറങ്ങിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിപ്പം ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ഇനിയിപ്പോൾ ഈ മിസൈൽ വിടുന്ന താവളങ്ങൾ ഭൂരിപക്ഷം തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി എത്രയോ നിസ്സാരമായിട്ടുള്ള ഭാഗങ്ങളൂടെ തകർക്കാനുണ്ട്. അതുകൂടെ തകർത്ത് കഴിയുമ്പോഴത്തേക്കും ഇറാൻ ആമേ. മറ്റേ ഈ നമ്മുടെ കേരളത്തിലുള്ള ഓരോരുത്തർ പറഞ്ഞാൽ പാലസ്തീൻ ചിരിക്കാതെ ലോക അള്ള അവസാനിപ്പിക്കുകയല്ലെന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പാലസ്തീൻ ചിരിച്ച് മടുത്ത് ഇനിയിപ്പോൾ ചിരിക്കാനോ കരയണോ ഒന്നും അറിയാത്ത പാലസ്തീനിൽ ചിരിക്കാൻ ആളില്ലാണ്ടായിപ്പോയി. ചിരിച്ച് എല്ലാവരും സൈഡായിപ്പോയി. ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പം മീഡിയ 1 ചാനലൊക്കെ അടുപ്പ് കൂട്ടിയിരുന്നിട്ട് പറയുന്നത് ഇറാനെയും കൂടെ ചിരിപ്പിക്കണമെന്ന്. അത് ഏകദേശം ഇറാനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വലിയ താമസമില്ലാണ്ട് ഇറാൻ ചിരിച്ച് എന്തായി തീരുമെന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഏകദേശം ലെബനോന്, യമനോന്, സിറിയ പിന്നെ സ്വന്തം ആഭ്യന്തരമായിട്ട് ചിരിച്ച് മരിച്ച്. ഇനിയിപ്പോൾ മറ്റേ ലെബനോന് മറ്റേ ഹിസ്ബുള്ളെ അറിയാമല്ലോ. ഹിസ്ബുള്ളനെ ഏകദേശം ചിരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ യമനിലെ ഹൂതികളെ അറിയാമല്ലോ. അവരിപ്പോൾ ചിരിച്ച് ഇപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക.
ഇനിയിപ്പോൾ ഇറാനെയും കൂടെ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോഴാണ് ഉള്ള ലോകം അവസാനിപ്പിക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം നിലവിൽ ഉള്ളത്. ഇപ്പോൾ യുദ്ധമായതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് പറിക്കാൻ വേണ്ടി പാക്കിംഗ് ഒക്കെ നിർത്തിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ യുദ്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ പിൻവലിക്കുകയാണെങ്കിൽ അപ്പം ഫ്രൂട്ട്സ് എല്ലാം പറിച്ച് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണോ എന്നും ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ തായ്ലാൻഡ് പീപ്പിളും മറ്റു ഇന്ത്യക്കാരെയൊക്കെ കൊണ്ടുപോകുകയാണെന്ന് വാർത്തയിൽ കൂടെ പറയുന്നത് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടിലൊക്കെയാണല്ലോ ആദ്യം മറ്റേ രാജ്യ തീരുമാനങ്ങൾ വരുന്നത്, ഇന്ത്യൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ മറ്റേ റിപ്പോർട്ടറിലും ഏഷ്യാനെറ്റിലും ഇങ്ങനത്തെ ചാനലുകളിൽ കൂടെ കണ്ടിട്ടാണ് രാജ്യം തന്നെ തീരുമാനം എടുക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പം സിറിയയുടെ ലെബനോൻ്റെയൊക്കെ ബോർഡർ ഭാഗത്തായാലും നമുക്ക് ഇവിടെ യാതൊരു പ്രശ്നവും അനുഭവപ്പെടുന്നില്ല. ഇടയ്ക്ക് മേളിൽ കൂടെ ഓരോ മിസൈലൊക്കെ പോകുന്ന കാണാം. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ ഇടാറുമുണ്ട്. അതൊക്കെ മറ്റേ നമുക്ക് നോക്കിക്കുമ്പോൾ തന്നെ കാണാം അടിച്ച് തകർത്ത് കളയുന്നതും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തോട്ടത്തിൽ ഫ്രൂട്ട്സ് പറിക്കുന്ന വീഡിയോ ആണ്. അപ്പം ഒരു സിമ്പിൾ വർക്ക്, സിമ്പിൾ പണി, ഇത്രയൊക്കെ നമ്മുടെ പണിയുള്ളൂ. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കൂടിയ പണി എന്ന് പറയുന്നത്, ഫ്രൂട്ട്സ് പറിക്കുന്നത്. പാക്കിംഗ് ആണ് സാധാരണ. ഇപ്പോൾ എത്ര ദിവസമായിട്ട് പാക്കിംഗ് ആയിരുന്നു? ഒരു മാസമായിട്ട്. ഇപ്പോൾ ഈ ഒരു മാസം ഫസ്റ്റ് തൊട്ട് പാക്കിംഗ് ആയിരുന്നു. പറയാൻ പറ്റില്ല, അത് ഇന്ന പണി അങ്ങനെയൊന്നുമില്ല. ഏത് പണിക്ക് പറഞ്ഞു വിടുന്ന ആ പണിക്ക് അങ്ങ് പോയിക്കോളുക ചെയ്തോളുക. അല്ലാണ്ട് ഇന്ന പണി അങ്ങനെയൊന്നുമില്ല. നാട്ടിലൊക്കെ മറ്റേ ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു. ഇവിടെയുള്ള നമ്മളൊന്നും കാണുന്നില്ല, അറിയുന്നില്ല. പക്ഷെ നാട്ടിലുള്ളവരെല്ലാം അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസുകാർക്ക് വേണ്ടിയിട്ട് മറ്റൊരു വാർത്ത കൊടുക്കാനായിട്ട് ഒരു പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നിട്ട് അയ്യോ എൻ്റെ കാലിൻ്റെ ഇടയ്ക്കെന്നാണ് ഇപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോയത്. 7 മണി 7:30 ആയപ്പം എൻ്റെ കാലിൻ്റെ ഇടയ്ക്കുന്ന ഒരു മിസൈൽ പൊട്ടി. ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ബംഗറിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് വെച്ച് അങ്ങ് പൊട്ടിപ്പോയി. ഇങ്ങനത്തെയൊക്കെ മറ്റേ കമൻറ്റാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഫോട്ടോ മറ്റേ നിങ്ങളുടെ റിപ്പോർട്ടർക്ക് എന്നെ കോൺടാക്ട് ചെയ്തവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിന് ഇങ്ങനത്തെയൊക്കെ പറയാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാകത്തെ. ഉള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇതില്ലാത്തത് വെറുതെ ചാനലിൽ മോന്ത കാണിക്കുമ്പോഴത്തേക്കും എന്തോ വലിയ മറ്റേത് കിട്ടി എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകാർക്കൊക്കെ മറ്റേ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. മറ്റേ രണ്ട് ലൈവാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവം മനസ്സിലത്തെ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. 5 ഫ്രൂട്ട്സ് നിർമ്മിക്കുന്നത്. ബൈ ബൈ.